ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ട്രിപ്പ് പോവുകയാണ്. എന്ന് വെച്ചാൽ ഒരു തീർത്ഥാടന യാത്ര. കന്യാകുമാരി, കൊച്ചു തിരുപ്പതി, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ബസ്സിൽ കിടന്ന് ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ബസ്സിൽ കിടന്ന് പിള്ളേർ കളിച്ചതാണ്. വണ്ടി എയർ ചെക്ക് ചെയ്യാൻ പോയപ്പം ഇത് ഞാൻ, എൻ്റെ അമ്മമ്മ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ, കൊച്ച്, നാത്തൂൻ്റെ ഹസ്ബൻഡ്, നാത്തൂൻ്റെ ഹസ്ബൻഡുമാണ് വണ്ടി വിടുന്നത്. അവരോടാണ് ഞങ്ങൾ പോയത്. പിള്ളേർ കിടന്നൊക്കെ തകർക്കുക. ചായ കൂടി കഴിഞ്ഞ് എല്ലാവരും വണ്ടി കയറി. ഈ ഇടയ്ക്കുള്ള ഭാഗങ്ങൾ വീട് വിട്ടുപോയിട്ടോ. ഇതാണ് ഞങ്ങളുടെ ബസ് കേട്ടോ. ഇത് ഞങ്ങൾ ആറ്റുകാൽ അമ്പലത്തിൽ ഇറങ്ങി. ആറ്റുകാൽ ആദ്യം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ ഇറങ്ങി തൊഴുത്, അത് കഴിഞ്ഞ് ആറ്റുകാൽ അമ്പലത്തിൽ ഇറങ്ങി തൊഴുത്ത് അന്നേരം അടുത്ത് വീഡിയോ ആണ്. ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി ആറ്റുകാൽ അമ്പലത്തിൽ. കുറേ ടൂറിസ്റ്റുകളൊക്കെ വന്ന് കിടപ്പുണ്ട്. മോളെ കൊണ്ട് ബസ്സിലെ ഡ്രൈവറിന് ബസ്സിലെ വണ്ടിക്കൂലി കൊടുത്തതാണ്. അവരുടെ ചാർജ് കൊടുത്തതാണ് കുഞ്ഞിനെ കൊണ്ട്. വണ്ടിയിൽ പ്രത്യേകിച്ച് ഡാൻസും പരിപാടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല സുഖത്തിൽ ഉറക്കമായിരുന്നു. ഇതാണ് ഞങ്ങൾ മണ്ടയ്ക്കാടെത്തി. മണ്ടയ്ക്കാട് ഒരു റിസോർട്ടിലെ റൂം എടുത്തില്ല. ഞങ്ങൾ അവിടെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇത് എടുത്തേ ഉള്ളൂ, ബാത്റൂം എടുത്തേ ഉള്ളൂ. അവിടെ ഞങ്ങൾ ഫ്രഷായി നേരെ പൊങ്കാല ഇടാൻ രാവിലെ 3:30 ആയപ്പോൾ ഞങ്ങൾ ഫ്രഷായി പൊങ്കാല ഇടാനുള്ള പോവുകയാണ്. പൊങ്കാല ഇടാൻ എല്ലാവരും സെറ്റ് സാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, പക്ഷേ എനിക്ക് റിസ്ക് ആയതുകൊണ്ട് ഞാൻ ഉടുത്തില്ല, കൊണ്ടുപോയതുമില്ല. ഞാൻ ഒരു പാവാട അഡീഷണൽ എടുത്തായിരുന്നു. കാരണം തിരിച്ചു വരുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറുന്നതിന് അവിടെ പാൻറ് ഉടുപ്പൊന്നും ഇട്ട് കയറ്റത്തില്ലല്ലോ പെണ്ണുങ്ങൾ. അതുകൊണ്ട് ഞാൻ ഒരു എക്സ്ട്രാ പാവാട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രഷായി ഞങ്ങളുടെ ലഗേജും എല്ലാം വണ്ടിക്കകത്ത് വെക്കാൻ പോവുകയാണ്. ഞങ്ങൾ പൊങ്കാല സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വന്നു. ഇവിടെ പ്രത്യേകത വെച്ചാൽ നമ്മൾ തന്നെയാണ് അടുപ്പ് കത്തിക്കുന്നത്. അടുപ്പ് കത്തിച്ച് നമ്മൾ തന്നെയാണ് അടുപ്പിൽ നിന്ന് ഇറക്കി താത്ത് വെക്കുന്നതും തന്നെ. ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ തിരുമേനി വന്ന് പൂജിക്കാനൊന്നും വരത്തി നമ്മൾ തന്നെ പൂജ നടത്തി നമ്മൾ തന്നെ ഇറക്കി വെക്കുകയാണ്. അങ്ങനെ എൻ്റെ പൊങ്കാല പായസം റെഡി ആവുന്നു. തിളച്ചു. പായസം റെഡിയായി എൻ്റെ. അങ്ങനെ ഞങ്ങൾ കൊച്ചു തിരുപ്പതി വന്നു. കന്യാകുമാരി തന്നെയാണ്. കന്യാകുമാരിക്ക് അടുത്തുള്ള അമ്പലമാണ് കൊച്ചു തിരുപ്പതി. അവിടെ വന്ന് ഞങ്ങൾ അവിടെ കയറി തൊഴുതു. അവിടെ എന്ന് വെച്ചാൽ ശംഖ് തലയിൽ വെച്ച് പ്രാർത്ഥിക്കും. അവിടെ അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് കയറി അമ്പലത്തിലോട്ട് പോവുകയാണ്. അവിടെ നിന്ന് വിവേകാനന്ദ പാറയൊക്കെ കാണാം. അതിൻ്റെ അടുത്ത അപ്പുറമാണ് കന്യാകുമാരി. കുറച്ച് ഇടയ്ക്കുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ.
ഇങ്ങനെ പൊന്നു ഞാനിവിടെ സ്റ്റെപ്പ് കയറി പോവാണ്. അവള് എൻ്റെ കയ്യിൽ പിടിക്കാൻ സമ്മതിക്കുന്നില്ല, അവൾക്ക് തന്നെ കയറണം. മയിലുകളുണ്ട്, മയില് വേണ്ടേ. അതാണ് വിവേകാനന്ദ പറകണ്ട എല്ലാവരെയും ഇവിടെ എന്നാ കാണണം. നല്ല വ്യൂ ആണേ. ഒത്തിരി മയിലുകളുണ്ടായിരുന്നു. ഞങ്ങൾ കൊച്ചു തിരുപ്പതിയിൽ നിന്ന് ഇറങ്ങി. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പിന്നെ വേണം. കൊച്ചു തിരുപ്പതിയിൽ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്തു. ഞങ്ങൾ നേരെ ഇനി കന്യാകുമാരിയിലേക്ക് പോവുകയാണ്. കന്യാകുമാരി എത്തി. അവിടെ കുതിര സവാരിക്ക് ഞങ്ങളെ കിടന്ന് വിളിക്കുമായിരുന്നു. 2 പേർക്കും കൂടെ കയറിയിരിക്കാൻ 50 രൂപ അവർ ചാർജ് പറഞ്ഞു. ഞങ്ങൾക്ക് പേടിയാ, കുതിരയുടെ പുറത്തുനിന്ന് വീണ നല്ല സുഖമായിരിക്കും കേട്ടോ. അങ്ങനെ കന്യാകുമാരി ഇറങ്ങി. ഞാൻ കടലിൻ്റെ അവിടോട്ടൊന്നും ഇറങ്ങിയില്ല കേട്ടോ. കൊച്ചു പൊന്നു ഇറങ്ങി, അവളിറങ്ങി, കുഞ്ഞിറങ്ങി. അവിടെ മാമൻ്റെ കൂടെ അവൻ ഇറങ്ങി. വേണ്ടേ അവിടെ നിൽക്കുന്നു. അവൾ എന്നെ വിളിക്കുവാ കിടന്ന്. ഞാൻ ഇറങ്ങിയില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയെന്ന് വെച്ചാൽ തക്കാല പാലസ്, നമ്മുടെ മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് തക്കാല പാലസ്. അവിടെ ആ കൊട്ടാരത്തിൽ കയറണമെന്ന് പറഞ്ഞ് പോയതാണ്. കൊട്ടാരം അടച്ചിട്ടേക്കുമായിരുന്നു. അടച്ചിട്ടേക്കെന്ന് വെച്ചാൽ അന്ന് ആഗസ്റ്റ് 15 ആയിരുന്നു. അന്ന് അവധിയായിരുന്നു. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇതാണ് കൊട്ടാരം. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത്. ഞങ്ങൾക്ക് റോസരിയുടെ ചോറും ഉണ്ടായിരുന്നു, പച്ചരിയുടെ ചോറും ഉണ്ടായിരുന്നു. റോസരിയുടെ ചോറ് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് തീർന്നു പോയി. എനിക്ക് കിട്ടിയില്ല. എനിക്ക് കൊച്ചിനോട് പച്ചരിയുടെ ചോറാണ് കിട്ടിയത്. അന്ന് അത് കഴിച്ചോടി അവൾ ഛർദിൽ തുടങ്ങി. അത് അവൻ്റെ ഇടയ്ക്കുള്ള പാർക്കിലാണ്, അതിൻ്റെ ഇടയ്ക്ക് പോയി. അങ്ങനെ കൊട്ടാരത്തിൽ കയറാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലുലു മാളിലേക്കാണ് വന്നത്. എൻ്റെ ഡ്രസ്സിൻ്റെ മണ്ടയിൽ കൂടെയാണ് അവൾ ഛർദ്ദിച്ച് വാരിയത്. ഛർദ്ദിച്ചതെന്ന് വെച്ചാൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ കയറി. അന്ന് അവിടെ പോകാൻ നേരം ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ കയറി അവിടെ നിന്ന് ഛർദ്ദിച്ചു. അതിൻ്റെ ഒന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ഫോൺ നമ്മൾ വണ്ടിക്കകത്ത് വെച്ചായിരുന്നു പോയി. അത് കഴിഞ്ഞ് നമ്മൾ ലുലു മാളിലേക്ക് പോവുകയാണ്. ലുലു മാളിലേക്ക് പോയി കഴിഞ്ഞ് നമ്മുടെ എക്സ്വേറ്റർ ഉണ്ടല്ലോ എല്ലാം കയറി പോകുന്നത്. എനിക്കന്ന് അത് കയറി പേടിയാണ്. തല ഇറങ്ങും, നോക്കുമ്പോഴേ തല ഇറങ്ങും. ഞാൻ അത് കയറിയിട്ടില്ല. എനിക്ക് അത് കാണുമ്പോഴേ പേടിയാണ്. ഞാനും അമ്മാമ്മയ്ക്ക് കയറാൻ പറ്റത്തില്ല. അമ്മാമ്മയുടെ കാല് വയ്യാത്തതുകൊണ്ട് കയറാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞാനും അമ്മാമ്മയും കൂടെ ലിഫ്റ്റിൽ കയറി ഇങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാനും അമ്മാമ്മയും കൂടെ വഴിതെറ്റിപ്പോയി. വഴിതെറ്റിയെന്ന് വെച്ചാൽ ലിഫ്റ്റിൽ കയറി 1ാമത്തെ നമ്പർ ഞെക്കി നേരെ ഒന്നിപ്പോയി. ഞങ്ങളുടെ കൂടെ ഉള്ളവർ ബാക്കിയുള്ളവരെല്ലാം ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു. ഞങ്ങൾ ലിഫ്റ്റിൽ കയറി പോകുന്ന അവർ കണ്ടായിരുന്നു. ഞാൻ പിന്നെ വിളിച്ച് എങ്ങനെയോ അവിടെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് ചോദിച്ച് വരാൻ പറഞ്ഞു. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ചെന്നു. അന്നേരത്തേക്ക് എല്ലാവരെയും കണ്ട്. പക്ഷെ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടുപോകും കേട്ടോ. പെട്ടുമെന്ന് വെച്ചാൽ കൂട്ടത്തിൽ പോകുമ്പോൾ കൂട്ടത്തിൽ തന്നെ പോകാൻ നോക്കണം. കാരണം നമ്മൾ വഴിതെറ്റി പോയി കഴിഞ്ഞാൽ കിട്ടാൻ തന്നെ പാടാ. എവിടെയൊക്കെ ഏതൊക്കെ സെക്ഷനിലാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഭയങ്കര അവിടെ ചെന്ന് ഞാനും അങ്ങനെ പെട്ടുപോയതാണ്. എങ്ങനെയൊക്കെ പിന്നെ കണ്ടു കിട്ടിയതാണ്. ഞാനും കൊച്ചും അമ്മാമ്മയും കൂടെ മാത്രമേ ഉള്ളായിരുന്നു. ഭയങ്കര വില. ഞാൻ ഒരു ടോപ്പ് എടുത്ത് നോക്കി. ടോപ്പിന് ഭയങ്കര വില, 3000 സംതിങ് രൂപ ടോപ്പ്. എന്തൊരു വിലയാണ് അവിടെ. പക്ഷെ നോക്കിയെടുക്കാം നമുക്ക്. വില കുറഞ്ഞ സാധനങ്ങളും ഉണ്ട് അവിടെ. നോക്കിയെടുക്കാം. ഓഫർ പ്രൈസ് ഹൈപ്പർ മാർക്കറ്റിൽ ചിലപ്പോൾ ഓഫർ പ്രൈസ് ഉണ്ട്. നമുക്ക് നോക്കിയെടുക്കാം. ഞാൻ അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ചെല്ലും. അവർ പറഞ്ഞ വഴിയിലൂടെ തന്നെ നടന്നു പോവുകയാണ്. എപ്പോഴും നീറ്റായിരിക്കും കേട്ടോ. തൂത്തും തുടച്ചും വാരി എപ്പോഴും നീറ്റായിരിക്കും ഇവിടെ. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് എത്തി.
എൻട്രൻസിലേക്ക് എത്തി. ഞങ്ങളിനി മാർക്കറ്റിലോട്ട് കയറുകയാണ്. അങ്ങനെ അച്ഛനെ കിട്ടി. അച്ഛൻ ഞങ്ങളെ നോക്കി നടക്കുമായിരുന്നു. അച്ഛൻ അങ്ങനെ കണ്ടു കിട്ടി. പക്ഷെ ഇവിടെ കാര്യം നമുക്ക് നോക്കിയെടുക്കാം. സാധനങ്ങൾ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കാം. ഞാൻ അവിടെ നിന്ന് 387 രൂപയുടെ ചോക്ലേറ്റ്, അത് 159 രൂപയ്ക്ക് ഒരു പാക്കറ്റ് കിട്ടി. അങ്ങനെ അത് ഒരെണ്ണം എടുത്ത്, ഒരു ബോൺവിറ്റയുടെ 250 രൂപയുടെ ഒരു ബോൺവിറ്റയുടെ അതും എടുത്ത്. എല്ലാവരും പറയുന്നത് ഭയങ്കര വിലയാണ്. നമുക്ക് പക്ഷെ നോക്കിയെടുക്കണ്ടോ, വിലയെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ റേറ്റിനനുസരിച്ചുള്ള വിലയും ഉണ്ട് അവിടെ. നോക്കിയെടുക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ.